കേരളത്തിലെ പത്രമാധ്യമങ്ങൾ മാത്രമല്ല, ലോകത്തിലെ തന്നെ പല ഇൻ്റർനാഷണൽ മീഡിയകളും ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. സത്യം തന്നെയാണ്, ത്രികോണ മത്സരം നടക്കുന്നുണ്ടെന്ന് സത്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു രാഷ്ട്രീയ മത്സരം നടത്തുന്നതിനല്ല ഇവിടെ ചില മുന്നണികൾ ശ്രമിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് ഇല്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ BJP അടക്കമുള്ള മുന്നണിയിൽ, പ്രത്യേകിച്ച് BJP ആദ്യം അവരുടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്തത് VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും എന്ന് മനസ്സിലാക്കി മറ്റൊരു സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമിച്ചത്. മറ്റൊന്ന് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്ന് മതപരമായ രീതിയിലും വർഗീയമായ രീതിയിലും ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തുകയാണ്. ഇത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഒരു മഹനീയമായ പാരമ്പര്യത്തിനനുസൃതമായി, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന ഏറ്റവും അപമാനകരമായ രീതി രണ്ട് മുന്നണികളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം. അതിലൊന്നാണ് ഈ ശിവരാമപുരം കോളനിയിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ വോട്ടർമാർ പണം കൊടുത്ത് വാങ്ങി വോട്ട് മാറ്റി ചെയ്യുന്നവരാണെന്ന് ഇവർ ധരിക്കുന്നുണ്ടോ? എത്ര കോടി രൂപ ഇവിടെ ചെലവഴിച്ചാലും അല്ലെങ്കിൽ വോട്ടർമാർ കൊടുത്താലും തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇൻറ്റഗ്രിറ്റിയെ ദയവായി നിങ്ങൾ ചോദ്യം ചെയ്യരുത്. കാരണം ഇപ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണ് കോളനികൾ എന്ന് കരുതി അവിടെയെല്ലാം പണം കൊണ്ടു കൊടുത്താൽ അവിടുത്തെ കോളനിവാസികളായിട്ടുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ കോളനിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ തന്നെ മറ്റ് പല സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെക്കാളും അല്ലെങ്കിൽ മറ്റ് ഉയർന്ന ചിന്തിക്കുന്ന ആളുകളെക്കാൾ അല്ലെങ്കിൽ നിലവാരത്തിൽ താമസിക്കുന്ന ആളുകളെക്കാളും രാഷ്ട്രീയമായി വലിയ അടിത്തറയുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ പാവപ്പെട്ട ആൾ താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് പണം കൊടുത്ത് 3-4 ആളുകൾക്ക് പണം കൊടുത്ത ഉടനെ തന്നെ അതിനെതിരായി അവിടെ പ്രതികരണം ഉണ്ടാവാൻ കാരണം ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ആ വിവാദം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയായി നിർഭാഗ്യകരമായി ഉപയോഗിക്കപ്പെട്ടു. പക്ഷേ അത് വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ അതിൻ്റെ വസ്തുതകൾ തുറന്നു കാണിച്ചിട്ടും അത് തന്നെ ഒരു ഇലക്ഷൻ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും അവസാന ഘട്ടം വരെ നടത്തുകയുണ്ടായി. ഇത്തവണത്തെ പൂരമുണ്ടായപ്പോഴും ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നിരന്തരമായിട്ട് ദേവസ്വം ബോർഡ് എൻ്റെ പ്രസിഡന്റുമാരായിട്ടും അതിൻ്റെ ഭാരവാഹികളായിട്ടും ബന്ധപ്പെടുകയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ആളാണ്. എന്നാൽ മന്ത്രി എന്ന പോലെ സഖാവ് രാജൻ അതിനകത്ത് നേരിട്ട് ഇടപെടുകയും ചെയ്ത ആളുകളാണ്. ഞങ്ങളാരും ഈ പത്രമാധ്യമങ്ങളെ അകമ്പടി സേവിച്ച് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ തൃശ്ശൂരിൻ്റെ ഒരു ശീലം പറയുന്നത്, ആർക്കാണോ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക അവരിത് പരിഹരിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ ഇന്ന ആളുകളാണ് ചെയ്തതെന്ന ക്രെഡിറ്റ് എടുത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഗമ കാണിക്കാൻ നമ്മളാരും പോകാറില്ല. എന്നാൽ ഇവിടെ ചില കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് അവിടേക്ക് വന്നില്ല എന്ന പ്രചരണം പോലും നടത്താനുള്ള ശ്രമം ഈ ഘട്ടത്തിലുണ്ടായി. പക്ഷേ തൃശ്ശൂരിലെ ഒരു ആളും, സാധാരണക്കാരായ ആൾ മുതൽ എൻ്റെ ഭാരവാഹികളുടെ ഒരാളും, ഇവിടുത്തെ ഒരു മുൻ MLA എന്ന നിലയിലും ഇവിടുത്തെ ജനപ്രതി ആയിരുന്ന ആളെന്ന നിലയിലും സ്ഥാനാർത്ഥി എന്ന നിലയിലും എൻ്റെ ഈ പൂരവുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെൻറ്റിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പ്രചരണത്തിന് വലിയ ക്ലച്ച് പിടിക്കാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി നടക്കുന്നൊരു വ്യാജമായ പ്രചരണം എന്തായിരുന്നു? UDFൻ്റെ തന്നെ നേതാക്കന്മാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ്? ആദ്യം UDFൻ്റെ മുൻ സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ് BJPയും കോൺഗ്രസും LDFും UDFും തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം നടത്തി. അതിനുശേഷം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു അത് ശരിയല്ല, UDF LDFും തമ്മിലാണ് മത്സരം എന്നുള്ള പ്രചരണം പിന്നെ നടത്തി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പഴയ സ്ഥാനാർത്ഥിയുടെ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കാലിൻ്റെ അടിയിലെ മണ്ണ് അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി കൊണ്ടാണ് അദ്ദേഹം പ്രചരണങ്ങൾ നടത്തുന്നത്. ഇക്കൂട്ടത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM, ഞാൻ പ്രധാനമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. CPM BJPയുമായി ധാരണ ഉണ്ടാക്കി ചില വിഭാഗങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
നിങ്ങളൊക്കെ പരിണതപ്രജ്ഞരായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയത്തെ പറ്റി നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിക്കുന്നത്, CPM-നെ പോലെയുള്ള ഒരു പ്രസ്ഥാനം BJP-യുമായി ധാരണയുണ്ടാക്കി ഇവിടെ ഇലക്ഷനിൽ BJP-ക്ക് വോട്ട് മറിച്ചു കൊടുക്കണമെന്ന് പറയണമെങ്കിൽ കുറച്ച് സാധാരണ നിലയിലുള്ള തൊലിക്കെട്ടുണ്ടായാൽ മാത്രം പോരാ. കാരണം CPM-ൻ്റെ ആണെങ്കിൽ CPI-യുടെ ആണെങ്കിലും അതിൻ്റെ അണികൾ അവരുടെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് രാഷ്ട്രീയം ഉണ്ടോ അതിനേക്കാൾ രാഷ്ട്രീയം, അല്ലെങ്കിൽ അതുപോലെ തന്നെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ CPI-യും CPM-ഉം ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായ രാഷ്ട്രീയം മുഖ്യമായ അവരുടെ രാഷ്ട്രീയമായി കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അണികളെ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു തമാശ നമ്മുടെ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടോ? പ്രധാനമന്ത്രി 2 ദിവസം മുമ്പ് നടത്തിയിട്ടുള്ള വംശീയ വിദ്വേഷം വളർത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രസ്താവനയിൽ അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നുഴഞ്ഞുകയറ്റക്കാരെ പറ്റിയാണ്. ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ പറഞ്ഞ ജൂതന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗം പോലെ തന്നെ ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള പ്രസംഗം ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ആ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന അയഞ്ഞ സമീപനം അല്ലെങ്കിൽ വഞ്ചനാപരമായ സമീപനം, അതിൻ്റെ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ചാവക്കാട്ടെ പ്രസംഗം അദ്ദേഹം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ആ പുതിയ ഉപേക്ഷിക്കാൻ കാരണമാണ്. അതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്തുണ UDF-നാണെന്നും പറഞ്ഞ ഒരു വ്യാജ വാർത്ത ഈ 24 മണിക്കൂറിൽ ചില മീഡിയകൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ അത് പിൻവലിച്ചല്ലോ. ഇപ്പോൾ അവരുടെ ക്ലാരിഫിക്കേഷൻ, വ്യക്തത വരുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്ന് നിങ്ങൾ കണ്ടില്ലേ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്താണ്? അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു വ്യഗ്രതയിലാണ് ഇത്തരം കഥകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇന്ന് രാത്രി ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇന്ന് രാത്രി BJP വൻതോതിൽ പണമിറക്കി തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർ ജനങ്ങളുടെ പിന്തുണയല്ല, കോർപ്പറേറ്റുകളുടെയും പണത്തിൻ്റെയും പിന്തുണ കൊണ്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടുത്തെ BJP. ജനപിന്തുണ എന്ന് പറയുന്നത് ഇവിടെ പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിട്ടുള്ള ജനപിന്തുണയാണ്. ആ ജനപിന്തുണ എന്താണെന്നുള്ളത് 4-ാം തീയതി നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും.